ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ സാന്ത്വനം എന്ന കവിത. എന്നുണ്ണി കൃഷ്ണ നീ കണ്ണൂനീർ തൂകുന്നതെന്തിനാണോ മനെ ഞാനെടുക്കാം. എപ്പോഴും ആളുകൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയാണല്ലേ നിന്നെ. അങ്ങനെയാണവർക്കാഗ്രഹം എന്നാകിലാകട്ടെ കുഞ്ഞിനു ഞാനുണ്ടല്ലോ. മുറ്റത്തൂരുണ്ടിട്ടും മണ്ടിക്കളിച്ചിട്ടും പൂമയിൽ മണ്ണു പൂരണ്ടിട്ടുണ്ടാം. ആളുകളെന്നിട്ടോ നിന്നെ വിളിക്കുന്നു ചണ്ഡി മഹാചണ്ഡി എന്നിങ്ങനെ. എന്നാലിവരിനി മാനത്തു തുള്ളിക്കളിക്കുമ്പോൾ മേൽ മുഴുവൻ മാലിന്യം പറ്റിയോരമ്പിളി അമ്മാവൻ തന്നെയും ചണ്ഡിയെന്നോതിടുമോ. ചണ്ഡിയാണെങ്കില സുന്ദരന്മാരാരുമംഗത്തിൽ തങ്കത്തെ കേറ്റിടേണ്ട. ഓടയും പിപ്പിയുമൂതിക്കൊണ്ടൻ മകനാകാശദേശം മുഴക്കിടുന്നു. എന്നതുകൊണ്ടോ കലമ്പി എന്നെല്ലാരും നിന്നെ ശകാരിക്കുന്നു. അങ്ങനെയാണെങ്കില കൂട്ടരല്ലിൻ്റെ തിങ്ങിന ശാന്തി വിശ്രാന്തികളെ പഞ്ചമരാഗത്താൽ ഭഞ്ജനം ചെയ്യുന്ന കോകിലത്തോടും കയർക്കുമല്ലോ. എന്തെങ്കിലും അവരോതട്ടെ കുട്ടനതൊന്നുമേ കേട്ടതായി ഭാവിക്കേണ്ട. കാൽ തെറ്റി വീഴുകയും കാണികൾ നോക്കി കൈ കൊട്ടിച്ചിരിക്കയും ചെയ്തിടുമ്പോൾ മങ്ങാത്ത പുഞ്ചിരി തഞ്ചും നിന്നാനനം ബാഷ്പത്താലാർദ്രമായി തീർന്നിടുന്നു. ഈയൊരു കാരണം കൊണ്ടു നീ വിഡ്ഢിയായെങ്കിലി സന്ധ്യയ്ക്കു മന്ദമന്ദം സുസ്മിതം തൂകുന്നോരാമ്പലും മഞ്ഞാകും കണ്ണു നിർവാർക്കയാൽ
വിഡ്ഢിയാകും. ആളുകൾ വായയിൽ തോന്നിയതോരോന്നു ചൊല്ലട്ടെ, വായ കടഞ്ഞിടട്ടെ. വെണ്ണിലാവൊത്തു വിളങ്ങുന്ന പൈമ്പാലും വെണ്ണയുമപ്പവും അമ്മിഞ്ഞയും എത്ര ഭുജിച്ചാലും ആർത്തി ശമിക്കയില്ലോ മനക്കെന്നതു നേരു തന്നെ. എങ്കിലും തീറ്റ കൊതിയനെന്നാളുകൾക്കിങ്ങനെ നിന്നെ പറഞ്ഞിടാമോ? എന്നാൽ ഈ വെണ്ണയും പാലും തോറ്റോടുന്ന മാധുര്യമോലും നിൻ ബാലരൂപം എത്ര നുകർന്നാലും തൃപ്തിയണയാത്തോരെന്നെ പറയുക എന്താണാവോ? എപ്പോഴും ഓരോ ശകാരശരങ്ങളാൽ ആളുകളാവശ്യമില്ലെങ്കിലും കഷ്ടമി സാധുക്കിടാവിൻ്റെ കോമള ചിത്തം മുറിപ്പെടുത്തിടുന്നല്ലോ. ഓമനെ ഇങ്ങോട്ടു പോരൂ, കരയേണ്ട, തെല്ലുമകതളിർ വാടിയിടേണ്ട. പങ്കിലമായ നിന്നംഗമാലിംഗനം ചെയ്യുവാനും വേണുവിൻ മഞ്ജുനാദം ആസ്വദിച്ചിടാനും ആനനം തന്നിലെ കണ്ണുനീർ മെല്ലെ തുടയ്ക്കുവാനും അപ്പവും വെണ്ണയും ചക്കയും മാങ്ങയും ഈ കുഞ്ഞിക്കൈയിൽ നിറയ്ക്കുവാനും അമ്മിഞ്ഞപ്പാലു ചുരത്തി തരുവാനും എപ്പോഴും കൃഷ്ണനു ഞാനുണ്ടല്ലോ. എപ്പോഴും കൃഷ്ണനു ഞാനുണ്ടല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധ അധ സപ്തമോധ്യായ. സൂത ഉവാച. അഥർവവിൽസുമന്തുശ്ച ശിഷ്യമധ്യാപയൽസ്വകാം സംഹിതാം സോപിപധ്യായ വേദദർശായ ചോക്തവാൻ ശൗക്ലായ നിർബ്രഹ്മബലിർമോദോഷ പിപ്പലായനീ വേദദർശസ്യ ശിഷ്യാസ്തേ പഥ്യശിഷ്യാനധോശൃണു കുമുദാ ഹരേ ശുനകോ ബ്രഹ്മൻ ജാജലിശ്ചാപ്യഥർവവിൽ ബഭ്രു ശിഷ്യോധാംഗിരസാ സൈന്ധവായന ഏവ ച അധീയേതാം സംഹിതേ ദ്വേ സാവർണ്യാദ്യാസ്തഥാ പരേ നക്ഷത്രകൽപ ശാന്തിശ്ച കശ്യപാംഗിരസാദയ ഏതേ ആധർവണാചാര്യ ശൃണു പൗരാണികാൻ മുനേ ത്രയ്യാരുണി കശ്യപശ്ച സാവർണീരകൃതവ്രണ വൈശമ്പായന ഹാരീതൗ ഷഡൈ പൗരാണിക ഇമേ അധീയന്ത വ്യാസശിഷ്യാൽ സംഹിതാം മത്പിതുർമുഖാൽ ഏകൈകാമഹമേതേഷാം ശിഷ്യ സർവാ സമധ്യഗാം കശ്യപോഹം ച സാവർണീ രാമശിഷ്യോ കൃതവ്രണ അധീമഹി വ്യാസശിഷ്യാച്ച തസ്രോ മൂലസംഹിത പുരാണലക്ഷണം ബ്രഹ്മൻ ബ്രഹ്മർഷിഭിർനിരൂപിതം ശൃണുഷ്വ ബുദ്ധിമാശ്രിത്യ വേദശാസ്ത്രാനുസാരത സർഗോസ്യാധ വിസർഗശ്ച വൃത്തിരക്ഷാന്തരാണി ച
വംശോ വംശാനുചരിതം സംസ്ഥാഹേതുരപാശ്രയ ദശഭിർലക്ഷണൈർയുക്തം പുരാണം തദ്വിദോ വിദു കേചിൽ പഞ്ചവിധം ബ്രഹ്മൻ മഹദൽപവ്യവസ്ഥയാ അവ്യാകൃതഗുണക്ഷോഭാൻ മഹതസ്ത്രിവിധോഹമാ ഭൂതമാത്രേന്ദ്രിയാർത്ഥാനാം സംഭവസർഗ ഉച്യത്തെ പുരുഷാനുഗൃഹീതാനാമേതേഷാം വാസനാമയാ വിസർഗോയം സമാഹാരോ ബീജാത് ബീജം ചരാചരം വൃത്തിർഭൂതാനി ഭൂതാനാം ചരാണാമചരാണി ച കൃതാസ്വേന നൃണാം തത്ര കാമാച്ചോദനയാപി വാ രക്ഷാച്യുതാവതാരേഹ വിശ്വസ്യാനു യുഗേ യുഗേ തിര്യങ്മർത്യർഷു ദേവേഷു ഹന്യന്തെ യൈസ്ത്രൈദ്വിഷാ മന്വന്തരം മനുർദേവ മനുപുത്ര സുരേശ്വര ഋഷയോംശാവതാരശ്ച ഹരേ ഷഡ്വിധമുച്യത്തെ രാജ്ഞാം ബ്രഹ്മപ്രസൂതാനാം വംശസ്ത്രൈകാലികോന്വയാ വംശാനുചരിതം തേഷാം വൃത്തം വംശധരാശ്ചയേ നൈമിത്തിക പ്രാകൃതികോ നിത്യ ആത്യന്തികോലയാ സംസ്ഥേതി കവിഭിപ്രോക്ത ചതുർധാസ്യ സ്വഭാവത ഹേതുർജീവോസ്യ സർഗാദേരവിദ്യാകർമ്മകാരക യം ചാനുശൈനം പ്രാഹുരവ്യാകൃതമുതാപരേ വ്യതിരേകാന്വയോ യസ്യ ജാഗ്രൽ സ്വപ്നസുഷുപ്തിഷു മായാമയേഷു തദ്ബ്രഹ്മ ജീവവൃത്തിഷ്വപാശ്രയ പദാർത്ഥേഷു യഥാ ദ്രവ്യം സന്മാത്രം രൂപനാമസു ബീജാദി പഞ്ചതാന്താസു ഹ്യവസ്ഥാസു യുതായുതം വിരമേത യഥാ ചിത്തം ഹിത്വാ വൃത്തിത്രയം സ്വയം യോഗേന വാ തദാത്മാനം വേദേഹായ നിവർത്തത്തെ ഏവം ലക്ഷണലക്ഷ്യാണി പുരാണാനി പുരാവിദ മുനയോഷ്ടാദശ പ്രാഹു ക്ഷുല്ലകാനി മഹാന്തി ച ബ്രാഹ്മം പാത്മം വൈഷ്ണവം ച ശൈവം ലൈംഗം സഗാരുഡം നാരദീയം ഭാഗവതമാഗ്നേയം സ്കാന്ദസംജ്ഞിതം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം മാർക്കണ്ഡേയം സവാമനം വാരാഹം മാത്സ്യം കൗർമ്മം ച ബ്രഹ്മാണ്ഡാഖ്യാമിതി ത്രിഷട്ട് ബ്രഹ്മന്നിദം സമാഖ്യാതം ശാഖാപ്രണയനം മുനേ ശിഷ്യശിഷ്യപ്രശിഷ്യാണാം ബ്രഹ്മതേജോ വിവർദ്ധനം. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ പരമാശ്രയനിരൂപണേ പുരാണലക്ഷണനിരൂപണം നാമ സപ്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ, അക്ഷരോപാസന ഇന്ന് 939 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ദ്വാദശസ്കന്ധം ആശ്രയം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആശ്രയം എന്ന ലക്ഷണത്തെ കാണിക്കുന്ന ദ്വാദശസ്കന്ധത്തിൽ 7ാമത്തെ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിനു മുമ്പ് കാവ്യകൗസ്തുഭം ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ സാന്ത്വനം എന്ന ആ യശോദ സ്മൃതി, അതും
നമ്മൾ കേൾക്കേണ്ടായി. 7-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ സൂതപൗരാണികൻ ശൗനകാദികളോട് പറയുന്നു, അഥർവവിത് സുമന്തുശ്ച ശിഷ്യമധ്യാപയൽ സ്വകാം സംഹിതാം സോപി പദ്ധ്യായ വേദദർശായ ചോക്തവാൻ. അഥർവവിത്തായ സുമന്തു സ്വകാം സംഹിതാം തൻ്റെ സംഹിതയെ ശിഷ്യം അധ്യാപയൽ ശിഷ്യനെ അധ്യയനം ചെയ്യിച്ചു. സ അപി ആ ശിഷ്യനും പദ്ധ്യനായിക്കൊണ്ടും വേദദർശായ വേദദർശനായിക്കൊണ്ടും ഉക്തവാൻ ഉപദേശിച്ചു എന്നാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം ഈ 3 വേദങ്ങളെക്കുറിച്ച് 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. വേദവിഭാഗ നിരൂപണം എന്നാണ് ആ അധ്യായത്തിന് പേര് തന്നെ. പിന്നീട് അഥർവവേദത്തെക്കുറിച്ചാണ് ഈ 7-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നത്. അഥർവവേദം സുമന്തു ആണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ശാഖയെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കബന്ധൻ എന്നു പേരുള്ള ആ അഥർവവിത്തിന് പകർന്നുകൊടുത്തു. അല്ലെങ്കിൽ അദ്ദേഹം അതോടുകൂടി അഥർവവിത്തായി. ഈ കബന്ധൻ തൻ്റെ ശാഖയെ 2ആയി വിഭജിച്ചു. ഒരു ശാഖയെ പദ്ധ്യനും മറ്റൊന്നിനെ വേദദർശനും പറഞ്ഞുകൊടുത്ു എന്ന് പറയുന്നു. വൈഷ്ണവ പുരാണത്തിൽ പറയുകയാണ്, അഥർവവേദം സുമതി സുമന്തുരമിതദ്യുതി ശിഷ്യമധ്യാപയാമാസ കബന്ധം സോപി തദ്വിധ കൃത്വാതു വേദദർശായ തഥാപദ്ധ്യായ ദത്തവാൻ എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല ബുദ്ധിയുള്ള പ്രതാപമുള്ള അഥർവവേദം അറിഞ്ഞ സുമന്തു തൻ്റെ ശാഖയെ അഥർവവേദം സുമതി സുമന്തുരമിതദ്യുതി എന്നാണ് ശിഷ്യമധ്യാപയാമാസ. ആരെയാണ്? കബന്ധൻ എന്ന ശിഷ്യന് പറഞ്ഞുകൊടുത്തു. അദ്ദേഹം അതിനെ 2ആയി വിഭജിച്ച് വേദദർശനും പദ്ധ്യനുമായിട്ട് നൽകി. ഇനി ആ കബന്ധ ശിഷ്യന്മാരെ കുറിച്ച് പറയാം. ശൗക്ലായ നിർബ്രഹ്മബലിർമോദോഷ പിപ്പലായനി വേദദർശ്യ ശിഷ്യാസ്തേ പദ്ധ്യശിഷ്യാനധോ ശൃണു കുമുദശുനകോ ബ്രഹ്മൻ ജാജലിശ്ചാപ്യഥർവവിൽ. ഹേ ബ്രാഹ്മണോത്തമ, ഹേ ബ്രഹ്മൻ, ശൗനക കേൾക്കൂന്നാണ്. കബന്ധ ശിഷ്യന്മാരായ വേദദർശൻ, പദ്ധ്യൻ നേരത്തെ പറഞ്ഞു. ഇവർ 2 പേരിൽ വേദദർശൻ തൻ്റെ ശാഖയെ 4ആയി വിഭജിച്ചു എന്നാണ്. എന്നിട്ടോ ശൗക്ലായനിർ ബ്രഹ്മബലിർ മോദോഷ പിപ്പലായനി 4 പേർക്കായിട്ട് നൽകി 4 ശാഖയെ. ആദ്യത്തെ ആള് ശൗക്ലായനി, ബ്രഹ്മബലി, മോദോഷൻ, പിപ്പലായനി ഈ 4 പേർക്ക്. ഇനി പദ്ധ്യശിഷ്യന്മാരോ പദ്ധ്യശിഷ്യാനധോ ശൃണു അഥാ പദ്ധ്യശിഷ്യാൻ ശൃണു. അതിനുശേഷം പദ്ധ്യശിഷ്യന്മാരെ കുറിച്ച് കേൾക്കൂ. കുമുദശുനകോ ജാജലിശ്ചാപ്യഥർവവിൽ എന്നാണ്. 3 പേരാണ്. ഒന്ന് ശുനകൻ, ഒന്ന് കുമുദൻ, പിന്നെ ജാജലി. ഈ 3 പേർ പദ്ധ്യശിഷ്യന്മാരാണ് എന്ന് പറയുന്നു. ബഭ്രു ശിഷ്യോധാംഗിരസ സൈന്ധവായന ഏവച അധീയേതാം സംഹിതേ ദ്വേ സാവർണ്യാദ്യാസ്തഥാപരേ. അങ്കിരസിന്റെ എന്ന് വെച്ചാൽ ശുനകന്റെ ശിഷ്യന്മാര് ബഭ്രു, അതേപോലെ സൈന്ധവൻ, സൈന്ധവായനൻ എന്നാണ്. ബഭ്രു ശിഷ്യോധ അങ്കിരസ സൈന്ധവായന ഏവച. ബഭ്രുവും സൈന്ധവായനനും. ശുനകൻ തന്റെ സംഹിതയെ 2ആയിട്ട് വീണ്ടും വിഭജിച്ചു. 2 പേർക്കായിട്ട് അത് പകർന്നു നൽകി. സൈന്ധവായന ശിഷ്യരായ സാവർണി തുടങ്ങിയവർ, സാവർണ്യാദ്യാസ്തഥാപരെ മറ്റുള്ളവരും അഥർവശാഖകളെ അഭ്യസിച്ചു. അധീയേതാം സംഹിതയെ ദ്വേ. എന്നിട്ടോ അപ്പൊ ശുനകനെയാണ് അങ്കിരസ് എന്നുള്ള സംജ്ഞ കൊണ്ട് എന്നുള്ളത് നമുക്ക് ഭാഗവതത്തിൽ നിന്നല്ല കിട്ടുക, മറ്റു പുരാണങ്ങളിൽ നിന്ന് കിട്ടണു. അത് വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. ശുനകസ്തു ദ്വിധാകൃത്വാ ദദാവൈകാം തു ബഭ്രവേ ദ്വിതീയാം സംഹിതാം പ്രാതാൽ സൈന്ധവായന സംജ്ഞിനെ എന്ന് ആ ശ്ലോകത്തിൽ നിന്ന് ശുനകൻ തന്റെ സംഹിതയെ 2ആയിട്ട് വിഭജിച്ചു എന്നും ബഭ്രുവിനും സൈന്ധവായനനും ആ 2 പേർക്കായിട്ട് അത് പകർന്നു കൊടുത്തു, ആ ശിഷ്യന്മാരെ പഠിപ്പിച്ചു
എന്നും മനസ്സിലാവും. പിന്നെ നക്ഷത്രകൽപ്പ ശാന്തിശ്ച കശ്യപാംഗിരസാദയാം ഏതേ അധർവണാചാര്യ ശൃണു പൗരാണികാൻ മുനേ. നക്ഷത്രകൽപ്പൻ, ശാന്തികൽപ്പൻ, കശ്യപൻ, ആംഗിരസൻ, ഇങ്ങനെ ശുനക ശിഷ്യന്മാര് നിരവധിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ അഥർവവേദ ശാഖകളെ, അവർക്ക് കിട്ടിയ അഥർവവേദത്തിനെ പല ശാഖകളായിട്ട് വിഭജിച്ചു, ശിഷ്യന്മാരെ അഭ്യസിച്ചു എന്ന് പറയുന്നു. ഇനി ശൃണു പൗരാണികാൻ മുനേ എന്ന് പറയുന്നു. പുരാണാചാര്യന്മാരെ കുറിച്ച് പറയാം. നക്ഷത്രകൽപ്പം, ശാന്തികൽപ്പം എന്ന കൽപ്പങ്ങളെ കൽപ്പിച്ചവരായതുകൊണ്ടാണ് അവർക്ക് നക്ഷത്രകൽപ്പൻ, ശാന്തികൽപ്പൻ എന്ന പേരുണ്ടായത്. അതിനു മുമ്പ് അവർക്ക് എന്തായിരുന്നു പേര് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണില്ല, അല്ലെങ്കിൽ അത്ര അത് എളുപ്പവുമല്ല എന്ന് കാണിക്കുന്നു. നക്ഷത്രകൽപ്പോ വേദാനാം സംഹിതാനാം തഥൈച ചതുർത്ഥസ്യാദ് അങ്കിരസ ശാന്തികൽപ്പശ്ച പഞ്ചമ എന്നാണ്. അപ്പൊ നക്ഷത്രകൽപ്പ, ശാന്തികൽപ്പന്മാർ ശുനക ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു. വേദാചാര്യന്മാര് എന്ന് പറഞ്ഞതുകൊണ്ട് അവരും ശാഖകളെ വിഭജിച്ച് കൽപ്പകൽപ്പനകളൊക്കെ ചെയ്തവരാണ് എന്ന് നിശ്ചയിച്ചു. അപ്പൊ വേദസാരങ്ങളെ വിസ്തരിച്ചും ലളിതമായും ആകർഷകമായും ഋഷീശ്വരന്മാർ നിർമ്മിച്ച ഗ്രന്ഥങ്ങളെയാണ് പുരാണങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ വേദവിഭാഗങ്ങളെ പറഞ്ഞു നിർത്തിയെടുത്ത് സൂതൻ പുരാണ വിഭാഗങ്ങൾ കേൾക്കൂ, ശൃണു പൗരാണികാൻ മുനേ എന്ന് പറയുന്നു. അപ്പൊ സൂതൻ ശൗനകാദികളോട് പറയുകയാണ്, ഇനി പുരാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുരാണ ആചാര്യന്മാരെ കുറിച്ച് കേൾക്കൂ എന്ന് പറയുന്നു. ആ പുരാണ ആചാര്യന്മാരെ കുറിച്ചാണ് നമുക്ക് ഇനി അനുസ്മരിക്കാനുള്ളത്. 5ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.